നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥയാണ്. എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഈ ഒരു വിഷയത്തിനോട് ഒരുപാട് താല്പര്യമുണ്ട്. പ്രേതങ്ങൾ എങ്ങനെയാണ്, അവരുടെ സ്വഭാവം, അതെങ്ങനെ കയറുന്നു, അത് കാണിക്കുന്ന വിക്രിയകൾ, കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള പല വിധത്തിലുള്ള അനുഭവങ്ങൾ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കണക്ക് ഉള്ളത് കരയാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഉള്ള, ചിരിക്കാൻ വരെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ധാരണ ഈ പ്രേത അനുഭവങ്ങൾ, അത് നമുക്കൊരു പ്രേതം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് കേൾക്കാൻ വലിയ രസമാണ്. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിച്ച് നമുക്ക് സുഖിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്ന അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് അത് വളരെ വലുതാണ്. അപ്പോൾ ചോദിക്കും, വെറുതെ ആണോ കാശ് വാങ്ങിച്ചിട്ട് തന്നെയാണ്. ഇല്ലാന്നൊന്നും പറയുന്നില്ല, കാശ് വാങ്ങിച്ചിട്ടേ ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്ത് കൊടുക്കുന്നവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഉണ്ട്. അങ്ങനെ പറയുമ്പോഴും അത് ഇല്ല എങ്കിൽ ഞങ്ങളെ പോലുള്ളവർ പോയി ഒഴിപ്പിക്കുമ്പോൾ അത് വന്ന ആൾക്ക് സുഖം പ്രാപിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ദോഷം വന്നു പോയ ഒരാൾക്ക് ഒരിക്കലും ഒരു സൗഖ്യം ഉണ്ടാകില്ല. പക്ഷെ ഇതങ്ങനെയല്ല. പൂർണ്ണമായും മാറുകയും ജീവിതത്തിലേക്ക് പഴയതിനേക്കാളും തെളിമയോടുകൂടി തിരിച്ചു വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ഉണ്ട് എന്ന് ചിന്തിക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും പറയാൻ കാര്യം, ഇത് വെറുതെ പോയി ഒഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും ധാരണ ഈ പ്രേതം ഒഴിപ്പിക്കുന്നതൊക്കെ ചില ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കും. ഈ ഒരു വീട്ടിൽ പോകുമ്പോൾ അടുത്ത വീട്ടിലുള്ളവരൊക്കെ വന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നു, കൈക്കുറികളൊക്കെ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതങ്ങ് തന്നെ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പുറമേ കാണിക്കുന്നതിനേക്കാൾ ഉപരി നമുക്കറിയാൻ പറ്റുന്ന ഒരു ജ്ഞാനദൃഷ്ടി നമുക്കുണ്ട്. ജ്ഞാനദൃഷ്ടി വലിയ അങ്ങനെയൊന്നും ഉള്ളതല്ല കേട്ടോ. എങ്കിലും ആ ഇരിക്കുന്ന, അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ പ്രേതം വന്നു, ആ പ്രേതം വന്നിട്ട് അത് ഉള്ളിലേക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് അടുത്ത നിമിഷം എന്ത് പ്രവർത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു പകുതിക്ക് താഴെയെങ്കിലും മനസ്സിലാക്കാൻ ഒരു കഴിവ് ഉണ്ടാകണം. അതിനേക്കാൾ ഉപരി ഇതിനെ ഒഴിപ്പിച്ച് പൂർണ്ണമായും മാറ്റുന്നതിന് ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെ ഒരു റൂട്ട് പഠിച്ചാൽ മതിയോ എന്ന് തോന്നും. ഒരിക്കലുമല്ല. അതായത് നമ്മൾ കളരി പഠിക്കുന്നു, 18 അടവ് പഠിക്കുന്നു. ഈ 18 അടവ് പഠിച്ചു കഴിഞ്ഞ ഒരു കളരി ആശാൻ അടി അറിഞ്ഞൂടാത്ത, അല്ലെങ്കിൽ ഈ തട്ടുതടവൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരുത്തം വന്ന് അടിക്കുമ്പോൾ അവന് ഈ അടവും കിടവൊന്നും അറിഞ്ഞൂടാ. അവ എങ്ങനെയെങ്കിലൊക്കെ അടിക്കും. പക്ഷെ എങ്ങനെ അടിച്ചാലും ഇയാൾക്കത് തടുക്കാൻ പറ്റും. അതാണ് പരിശീലനം. അതുപോലെ തന്നെയാണ് നമ്മളിത് പഠിച്ചതിന് ശേഷം ഇത് ഒരുപാട് നമ്മൾ ഗുരുക്കന്മാരുടെ കൂടെ പോയി നിന്നൊക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒരുപാട് പഠിക്കുകയാണ്. കാര്യം പ്രാക്ടിക്കലിനേക്കാൾ ഏറെ തിയറിയാണ് ഇതിന് നമുക്ക് വേണ്ടത്. കാരണം ഈ 18 അടവ് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് അപ്പോഴെന്ത് പ്രവർത്തിക്കും, അതനുസരിച്ച് നമുക്കതിനെ പ്രതിരോധിക്കാൻ കൂടി സാധിക്കണം. അതിന് ഉള്ളൊരു വ്യക്തി, ഈ ഭൂമിയിലുള്ളൊരു വ്യക്തി ഞാൻ മാത്രമെന്നല്ല പറഞ്ഞു, ഒരുപാട് പേരും എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേര് ചുറ്റിനുണ്ട്. അവരുടെയൊക്കെ കൂട്ടത്തിൽ പോയി നിന്നിട്ടാണ് പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇത് ഇത്രയും പറയാൻ കാര്യം, ചില ആൾക്കാർ അങ്ങനെയാണ്. ഈ ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ ഈ ശരീരത്തിൽ ദേവതമാർ വന്ന് അനുഗ്രഹിച്ച് കാര്യം പറയുന്നു എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരിതിനെയൊക്കെ ഒഴിപ്പിക്കാനൊക്കെ ശ്രമിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് ക്ഷേത്രത്തിൽ തന്ത്രസ്ഥാനം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാനായിട്ട് സമയവും ഇല്ല, അതെൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാര്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്ത് വരുന്നുണ്ട്. സത്യസന്ധമായി നമുക്ക് ചെയ്യാൻ ചില ക്ഷേത്രങ്ങൾ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ തന്ത്രി ഉണ്ട്, ഞാനായിരിക്കും തന്ത്രി, മേൽശാന്തിയുണ്ട്, കീഴ്ശാന്തിയുണ്ട്, പുറം ശാന്തിയുണ്ട്, കഴക്കത്തിൻ്റെ ആളുണ്ട്, പിന്നെ ശ്രീകാര്യക്കാരനുണ്ട്, ഉണ്ടാകും. പക്ഷേ എങ്കിലും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ടെങ്കിലും ചില ക്ഷേത്രങ്ങളിൽ ഈ തുള്ളി അനുഗ്രഹിച്ച് വരുന്ന ജനങ്ങൾക്ക് ഭക്തിന് ഭസ്മം ഇട്ട് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനൊക്കെ ചില ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന്, അവർ ദൈവമാണ്. അവിടെ ഏത് ദൈവം ഇപ്പോൾ ദേവിയാണ്, ഭദ്രകാളിയാണെങ്കിലോ ദുർഗയാണെങ്കിലോ തമ്പുരാനാണെങ്കിലോ ആരാണെങ്കിലും ആ നമ്മൾ വിഗ്രഹത്തിൽ കാണുന്ന ആ ശക്തിയാണ് ഈ ശരീരത്തിലേക്ക് വന്നിട്ട് ഇതൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത് എന്ന് വരുത്തി തീർത്തിട്ട് കാണിക്കുന്ന ചില പ്രകടനങ്ങൾ. ഞാൻ പ്രകടനങ്ങളെന്നേ പറയുള്ളൂ. കാരണം ഉറപ്പിച്ച് തീർത്ത് ഞാൻ പറയാം, ഒരു ദൈവങ്ങളും ഒരു മനുഷ്യ ശരീരത്തിൽ വരില്ല. അതൊരു പരമമായ സത്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ തുള്ളി വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ ബുദ്ധിമുട്ട് വിഷം വരുത്തും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ, അപ്പം ഞാൻ സംഭവത്തിലേക്ക് കിടക്കാം. ഞാൻ അങ്ങനെ പോയൊരു ക്ഷേത്രത്തിൽ, ഞാൻ ഇങ്ങനെ പോകുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്.
അത് ചിലതൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഉപദ്രവമായിട്ടുമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അയാൾ ഇന്നില്ല, മരിച്ചുപോയി. ആ ക്ഷേത്രത്തിൽ ഒരാളുണ്ട്. അയാളിങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ ദീപാരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അയാൾ പെട്ടെന്ന് തുള്ളും. ഞാൻ നിന്നൊരു ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. തുള്ളിയിട്ട് അമ്മയാണെന്ന് പറയും. തീർത്ഥം കൊടുക്കണം, ചന്ദനം കൊടുക്കണം, ഭസ്മം കൊടുക്കണം, കുങ്കുമം കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം. പട്ട് കൊടുക്കണം. അകത്തിരിക്കുന്ന വിഗ്രഹത്തിൽ ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും കൊടുക്കണം. പിന്നെ കമ്മിറ്റിക്കാരുടെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്ത്രസ്ഥാനങ്ങൾ ഏകദേശമുള്ള ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞത്. അപ്പോൾ നമ്മൾ ദൈവത്തിനെയും പൂജിക്കണം. ഈ തലേന്ന് രാത്രി വെള്ളം ഒടിച്ച് പിരിന്ന് നടക്കുന്ന അവനെ രാവിലെ അവനെ നമ്മൾ പൂജിക്കേണ്ട ഒരു ഗതികേടായതുകൊണ്ടൊക്കെയാണ് ഞാൻ വിട്ടുകളഞ്ഞത്. അത് എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ, ചില കുടുംബക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ ഈ വരുമാനം മാത്രം നോക്കി നടത്തിക്കൊണ്ടു പോകുന്ന ചില ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രം നല്ല വരുമാനമാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും. അപ്പം ഇയാൾ പറയുന്നത്, ഞാൻ സത്യസന്ധമായി പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. അത് എന്ത് കഴിവിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമായിരിക്കും. ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഫലിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് ആൾ വരും. അപ്പം ഈ ചെറിയ രീതിയിലുള്ള ഈ പേടിച്ചൊക്കെ വരുന്ന അതായത് പ്രേതബാധകൾ പോലെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കേസുകൾ വന്നാൽ ഇത് വലിയ കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴല്ല, ഇതെല്ലാം പറഞ്ഞിട്ട് രാവിലെ വൈകിട്ട് നട തുറക്കുന്ന അമ്പലമാണ്. പറയും രാത്രി നട അടച്ചതിന് ശേഷം ഇദ്ദേഹം പുറത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒഴിപ്പിക്കുന്ന ബാധ ഒഴിപ്പീര് പരിപാടി കണ്ട് ഇദ്ദേഹത്തിന്. അപ്പം ഞാനവിടെ നോക്കി നിൽക്കാറില്ല. ഞാൻ എല്ലാ മാസത്തിൽ ഒരു ദിവസം എന്തോ ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലാറുള്ളൂ. ബാക്കി മേൽശാന്തി വരണം നോക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം സംഭവിച്ചത്, ഇത് ഒരു പുരുഷന്, ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു, ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ദീപാരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ സ്ഥിരം തുള്ളുന്ന ഒരാളുണ്ട്. അയാൾ തുള്ളുന്നതിന് മുമ്പ് വേറൊരു ചെറുപ്പക്കാരൻ തുള്ളി. ഇയാളെ കാണാൻ, എന്ത് പ്രശ്നമായിട്ട് ഇയാളെ കാണാൻ വന്നതാണ്. അവൻ തുള്ളി അവിടെ കിടന്ന് വേണ്ട ബഹളമൊക്കെ കാണിച്ചിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ എ.ആർ. റഹ്മാൻ്റെ ഡാൻസിൽ കളിക്കും പോലെയൊക്കെ സ്റ്റെപ്പൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. ശരിക്കും അതൊരു റിയൽ ഗോസ്റ്റ്, യഥാർത്ഥത്തിലുള്ളൊരു പ്രേതമായിരുന്നു. പ്രേതമെന്ന് വെച്ചാൽ പ്രേതമല്ല, എന്തോ ഒക്കെ ശക്തി ഉണ്ട് കേട്ടോ അതിനകത്ത്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ അത് വന്നിങ്ങനെയൊക്കെ തുള്ളി അനുഗ്രഹിച്ചു. അപ്പോഴത്തേക്ക് ഈ തുള്ളാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ സ്ഥിരം തുള്ളക്കാരന് ഇതൊരു ഇൻട്രസ്റ്റായി. അവന് നല്ലൊരു ഇരയെ കിട്ടി. സാമ്പത്തികമല്ല, അവന് സാമ്പത്തികമൊന്നും പ്രശ്നമല്ല. അവന് കിട്ടുന്ന പൈസയിൽ കൂടുതലും ക്ഷേത്രത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഈ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഒഴിപ്പിക്കുന്നു, പ്രേതം പിടിക്കുന്ന ഒരാളെന്ന സ്ഥാനമൊക്കെ വേണമെന്നുള്ളതാണ്. അപ്പം സൗഹൃദ സംഭാഷണത്തിൻ്റെയൊക്കെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സ്വാമി നിങ്ങൾ ഇത് ഒഴിപ്പിക്കുന്ന രീതിയൊക്കെ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പോയി? അത് എൻ്റെ ശരീരത്ത് വരുന്ന ഒരു സാമ്യമുണ്ട്, ആ സാമ്യം ഒന്ന് എനിക്ക് പറഞ്ഞു തരും. അതായത് ഒരു ശക്തി, ഒരു യോഗീശ്വര മന്ത്രമൂർത്തി ശക്തിയുണ്ട്. ആ ശക്തി, അതായത് ആദ്യം അമ്മ വരും. അമ്മ വന്ന് ഈ ചന്ദനവും ഭസ്മവും പട്ടവും ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വാമി വരും. സ്വാമി വന്നു കഴിഞ്ഞാൽ സ്വാമി വന്ന് പറഞ്ഞു കൊടുക്കും അവൻ്റെ ശരീരത്തിൽ ആരാണുള്ളത്, അത് എങ്ങനെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ചിട്ടല്ല, ഇതെനിക്ക് പറഞ്ഞു തരുന്നു, അത് ചെയ്താലും അത് കറക്റ്റായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഒരു അറിവ് ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചത്, ഇയാളങ്ങ് അനുഗ്രഹിച്ചു. ആദ്യം ഈ ശരിക്കും പ്രേതം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെ സന്തോഷം വന്നു, ഇയാൾ അനുഗ്രഹിച്ചിരുന്നിട്ട് അവൻ്റെ തലയിലൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചു, ഭസ്മമൊക്കെ എടുത്തൊക്കെ ഇട്ടുമൊക്കെ റെഡിയാക്കി നിന്നു. അപ്പോൾ അവൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇത് അന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇവിടുത്തെ സിസ്റ്റമൊക്കെ അറിയാം. അങ്ങനെ കുറേയൊക്കെ കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ എടുത്ത് തളിച്ചപ്പോൾ ബോധം കെട്ടങ്ങ് വീണു. മാറ്റിയിടാൻ പറഞ്ഞു, മാറ്റിയിട്ടു. ഇന്ന് രാത്രി ഒഴിപ്പീരുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം പറഞ്ഞു. നമുക്ക് ഈ കമ്മിറ്റിക്കാർക്കൊരു സന്തോഷമായി. അതിന് വലിയ ഫീസൊക്കെ അടയ്ക്കണം. അത് ആ കേസിനെ മാറ്റി അടുത്ത കേസിലേക്ക് ഇദ്ദേഹം അങ്ങനെ പോയി. അപ്പം അന്ന് വൈകിട്ട് പ്രധാനം ഈ ചെറുപ്പക്കാരൻ്റെ പ്രേത ഒഴിപ്പീരാണ്. ഇദ്ദേഹം അങ്ങനെ അവിടെ, അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ഞാനങ്ങ് പോയി. പിന്നീട് അറിയുന്നതാണ് ഇദ്ദേഹം അവിടെ ഇരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും അപ്പം ഇദ്ദേഹം കുറേ പന്തം എല്ലാം ഒക്കെ കുത്തിവെച്ചിട്ട് പുറത്താണത്, ഈ മതിലിന്, ക്ഷേത്രത്തിൻ്റെ മതിലിനൊക്കെ പുറത്താണ് പന്തം എല്ലാം കുത്തിവെച്ചു. ഇദ്ദേഹം ചുവന്ന പട്ട് ഉടുത്ത്, ചുമപ്പ് ഇങ്ങനെ ഷാള് പോലെ ഇട്ട്, ചുവന്ന പട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എന്തൊക്കെ കെട്ടി, മൊത്തത്തിലൊരു ചുവന്ന മയമാണ്. ഇദ്ദേഹം നല്ല താടിയൊക്കെ ഉള്ള ആളാണ് വന്നിരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ചുവന്ന പൊട്ടുമൊക്കെ അടിച്ച് ഇതുമൊക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സെറ്റപ്പാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ഇദ്ദേഹം രാത്രി കൊണ്ടുവന്ന പൂജ. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു
ഒരു ഒരു രംഗം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രൂപവും അതിന് അനുയോജ്യമായിട്ടാണ്. രൂപം എന്ന് വെച്ചാൽ വലിയ വെളുത്ത് തടിച്ചൊന്നുമല്ല, കറുത്തിട്ടാണ്. നല്ല കറുപ്പൊന്നുമല്ല, ഇത്തിരി മെലിഞ്ഞിട്ട് നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. അതിന് അദ്ദേഹം അന്നത്തെ ദിവസം അവിടെ നിന്ന് പൂജ ചെയ്തു. ഈ ആളിനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇദ്ദേഹം ഈ കുമ്പളങ്ങയിലോ അങ്ങനെ എന്തോ ഒരു സാധനത്തിലാണ് ഇതിനെങ്ങനെ ഇതൊക്കെ കുങ്കുമത്തിലൊക്കെ മുക്കി ഒക്കെ കൊണ്ടുവച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആവാഹിക്കുന്നത്. അപ്പം അതും എനിക്ക് വലിയ പിടുത്തമില്ല ആ സിസ്റ്റം എന്തരാണെന്ന്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയൊക്കെ ആവാഹിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മറിഞ്ഞങ്ങ് വീണു. ഈ ചെറുപ്പക്കാരൻ പ്രായത ഒഴിഞ്ഞ് കൊണ്ടുവന്ന് പിന്നെ ഇതിനെ കൊണ്ടുപോയി അത് വേറെ എന്തൊക്കെ ചെയ്യും, ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വിട്ടു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു. ആർക്ക്? ചെറുപ്പക്കാരൻ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു, അവങ്ങ് പോയി. ഈ ഒഴിപ്പിക്കാൻ നിന്ന ഈ തുള്ളുന്ന സ്വാമിക്ക് ഭ്രാന്ത് പിടിച്ചു. ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ വീട്ടുകാരെയും വീട്ടിൽ കയറില്ല, പിന്നെ ക്ഷേത്രത്തിൽ വരില്ല, ചുമ്മാ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണോ ഓടുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ വിധത്തിൽ ഇദ്ദേഹം പോവും. എന്നിട്ട് തൊട്ടടുത്തൊരു കുളമുണ്ട്. എപ്പോഴും മിക്കവാറും ഇദ്ദേഹം കുളത്തിലാണ് കിടക്കുന്നത്, തല മാത്രം പുറത്ത് കാണും. അപ്പം ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് എൻ്റെ ശരീരം മൊത്തം തീയാണ്, തീ പിടിച്ചു, ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വെള്ളത്തിൽ ചെന്ന് കിടക്കുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. പക്ഷേ എത്ര പരിചയക്കാരെ കണ്ടാൽ പോലും അദ്ദേഹം മുഖത്ത് നോക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം വേറെ എന്തൊക്കെയോ പറഞ്ഞ് മറ്റൊരു ലോകത്താണ്. അപ്പം മനസ്സിലാകുന്ന അദ്ദേഹത്തിനോടൊപ്പം മറ്റാരൊക്കെ ചുറ്റിനുമുണ്ട്. അവരോടൊക്കെ സംസാരിക്കുന്നു, അവർ ചോദിക്കുന്നതിന് ഇദ്ദേഹം മറുപടി പറയുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നിങ്ങനെ അങ്ങ് പോവുകയാണ്. അത് ഒരിടത്തും നിൽക്കുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അത് വീട്ടിൽ കയറുന്നില്ല, ക്ഷേത്രത്തിൽ കയറുന്നില്ല, ഒരിടത്തും പോകുന്നില്ല. ആഹാരം ആരെങ്കിലും കൊടുത്താൽ കുറച്ച് കഴിച്ച് പകുതിയാകുന്നതിന് മുമ്പ് ഇട്ടിട്ട് വീണ്ടും നേരെ ഓടിപ്പോയി വെള്ളത്തിനകത്ത് നിൽക്കും. അങ്ങനെ അവസ്ഥ. അപ്പം ശരീരമൊക്കെ അങ്ങ് മുഷിഞ്ഞ് ഒരു 4-5 ദിവസം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായി. അപ്പം ഇദ്ദേഹത്തിന് ഭ്രാന്താണോ ഇനി പ്രേതം പിടിച്ചതാണോ ഇതാർക്കും അറിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് പരിഹരിക്കാനായിട്ട് ഈ ക്ഷേത്രക്കാർ തന്നെ എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു വിഷയമായിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് ഈ ദിവസവും ആൾക്കാർ അവിടെ വരുന്നുണ്ട്. വന്നപ്പോൾ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച കണക്കാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്ന സ്വാമി ഇപ്പം ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ അന്തരീക്ഷം വല്ലാത്തൊരു ഒരു മോശമായ അവസ്ഥയിലേക്ക് പോയി. ക്ഷേത്രത്തിന് ഒരു നാറ്റക്കേസാകെ മോശമായൊരു പേര് വന്നു എന്നുള്ളതായി. ഇത് ഇയാളെ കാണിച്ച് എന്തോ പ്രവൃത്തി ദോഷം കൊണ്ട് വന്നതാണ്. കാര്യം ഇത്രയും പേരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്ന ഇങ്ങേർക്കെന്ത് ഇങ്ങനെ വന്നു, എന്നിട്ടത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം. അങ്ങനെ കമ്മിറ്റിക്കാരാകപ്പെട്ടു. ഒരു ചെറിയ കുടുംബക്ഷേത്രം കൂടെയാണത്, വലിയ ക്ഷേത്രമാണത്. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക. അതിന് കമ്മിറ്റിക്കാരെല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കിയേ പറ്റും. അപ്പോൾ അവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ ഈ ഒഴിപ്പിക്കേണ്ട അന്ന് രാവിലെ പോയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ എത്താൻ സമയമായില്ല. ഞാൻ 1 മാസത്തിലൊരിക്കലും എന്തൊക്കെയാണ് അവിടെ എത്തുള്ളൂ. കമ്മിറ്റിക്കാരങ്ങനെ വന്ന കാര്യം, ഇതാണ് അവസ്ഥ, അത് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പിടിക്കാൻ ചെന്നാൽ നമ്മളെയൊക്കെ ഓട്ടിക്കും, അടിക്കും. ഒന്ന് അവ ഓടി രക്ഷപ്പെടും, അതിന് പിടിക്കാൻ പറ്റില്ല. 2 എന്ന് പറഞ്ഞാൽ പിടിക്കാൻ ചെന്നാൽ പോലും അവ ഓടിക്കളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കുറച്ച് ഭസ്മമൊക്കെ ഞാൻ ജപിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ മേൽശാന്തിരത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അമ്മയുടെ മുന്നിലിരിക്കുന്ന ഭസ്മമോ കുങ്കുമോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവൻ്റെ തലയിൽ നെറ്റിയിൽ എങ്ങനെ ഇടാൻ നോക്ക്. അത് ഇട്ട് കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്ന് കാണിക്കാൻ പറഞ്ഞു, ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിതെല്ലാം കൊണ്ടുപോയി നട തുറന്ന് പോറ്റിയുടെ അടുത്ത് പറഞ്ഞു. പോറ്റി അവിടെ നിന്ന് കുറച്ച് ഭസ്മോ കുങ്കുമം എന്തൊക്കെ ജപിച്ചൊക്കെ കുടിച്ചു. ഇതെല്ലാം കൂടെ ഇവർ കൊണ്ടുവന്നിട്ട് വന്നപ്പം ഇവൻ ഒരു വഴിയിൽ ഒരു വീടിൻ്റെ പോകുമ്പോൾ ഒരു വീടിൻ്റെ ഒരു പുറകുവശമാണ്, അതിലൊരു വഴിയുണ്ട് നിൽക്കുകയാണ്. അപ്പം ഈ പുറകുവശത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കണ്ടില്ല, അവർ പറഞ്ഞതാണ് ആ വീടിൻ്റെ അടുക്കള വേസ്റ്റ്
എന്ത് അഴുക്ക വേസ്റ്റ് ഉണ്ടെങ്കിലും അതെല്ലാം കൂടി വന്നിട്ട് വീട് ഈ വഴിയിൽ നിന്ന് ഒരു 5 അടി പൊക്കത്തിലാണ്. അപ്പോൾ അവിടെ ഒരു ഓവ് വെച്ചിട്ടുണ്ട്. ഈ ഓവിൽ കൂടി ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഓട പോകുന്നത് ഈ ഓടയിൽ വീണിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ പോകുമ്പോൾ തന്നെ ഭയങ്കര നാറ്റമാണ്. ഈ വേസ്റ്റും അതും ഇതും അവർ മീൻ കഴുകുന്ന എല്ലാം അതിൽ തന്നെയാണ് ഒലിക്കുന്നത്. അങ്ങനെ അതായത് പുഴു എടുത്ത് കിടക്കുന്ന ഒരു ഓടയാണ് ഈ വെള്ളമെല്ലാം കൂടെ വീണിട്ട്. അപ്പോൾ വേറെ എവിടെ നിന്നൊക്കെയോ വേസ്റ്റ് രീതിയിൽ ഒരു ചെറിയ ഓടയാണ് വരുന്നുണ്ട്. അപ്പോൾ ഇവ ആ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. ഇവർ കമ്മിറ്റിക്കാരും അവൻ്റെ വീട്ടുകാരെല്ലാം കൂടെ ഈ കുങ്കുമവും ഭസ്മമൊക്കെ കലക്കി റെഡിയാക്കി അവൻ്റെ നെറ്റിയിലിടാൻ വേണ്ടി കൊണ്ടു ചെന്നപ്പോൾ പുറകിലോട്ട് മാറി ഈ ഓടയ്ക്കകത്ത് ഇറങ്ങി. ഓടയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ഇവൻ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം കൂടെ വാരി വേസ്റ്റ് ഇങ്ങനെ ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ അവർ പറഞ്ഞ കറുത്ത മണ്ണ് പോലെയാണ് കിടക്കുന്നത്. അതിങ്ങനെ ചളപള കിടക്കുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ വാരി ഇവൻ അവൻ്റെ ദേഹത്തൊക്കെ അങ്ങ് തേച്ചു. എന്നുവെച്ചാൽ ഇവരാരും വന്ന് പിടിക്കാതിരിക്കുക ഇവൻ തേച്ചിട്ട് ബാക്കി കിടന്നതെല്ലാം കൂടെ വാരി ഈ നിന്നവരുടെ ദേഹത്തേക്ക് എറിഞ്ഞു. ഇവരെല്ലാവരും കൂടെ ആ ഭസ്മവും കുങ്കുമൊക്കെ അവിടെ ദേവിയുടെ പ്രസാദമാണെന്നും കരുതിയില്ല. അപ്പോഴതൊന്നും നോക്കാൻ പറ്റത്തില്ല. അവരിട്ടിട്ട് അവരെല്ലാം കൂടി തിരിഞ്ഞോടി. വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു രക്ഷയിൽ അവനെ പിടിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവനെ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അത് അവിടുത്തെ ഒരു ദേശീയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. വെച്ചാൽ അവരുടെ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ പേരുകൊണ്ട് ആ ദേശത്തിന് കുറച്ച് പേരും വരുമ്പോഴൊക്കെ വന്നതാണ്. പക്ഷെ അവിടെ ഇങ്ങനെ അത് ഇയാളുടെ മാത്രം കഴിവിലാണ് കേട്ടോ. അയാൾക്ക് എന്തൊക്കെ കഴിവുണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് അയാൾക്ക് ഇതെന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഭ്രാന്തൊന്നുമല്ല, മറ്റെന്തോ ഇയാളെ പ്രേതം പിടിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാൾ ഒഴിപ്പിച്ചതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു എന്നുള്ള ധാരണയിൽ പുറത്ത്. അങ്ങനെ വന്നപ്പോൾ അതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എൻ്റെ അടുത്തും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലാമെന്നേറ്റു. അപ്പം എങ്ങനെയെങ്കിലും ഇയാളെ കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഇത് ഒഴിപ്പിക്കാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പൂജാതി കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ എത്തി പൂജാക്കളങ്ങളൊക്കെ ഇട്ടിട്ട് ഇവൻ്റെ കിട്ടിയാൽ അങ്ങനെ, ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ചിട്ട് ഇവൻ എന്തായാലും ഒരു വെളിപ്പാടകലെ ഉണ്ടാകും, നമുക്കത് ചെയ്യാം, എങ്ങനെയെങ്കിലും അവനെ ഈ കളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അവനെ ആവാഹിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ നടക്കാൻ ഇപ്പോഴൊന്നും അത്രയൊന്നും കഴിവൊന്നും ഉള്ളവർ എനിക്കും ഇല്ല, അങ്ങനെയുള്ളവരൊന്നുമില്ല. അവൻ്റെ ശരീരത്തിലുള്ളതിന് അവൻ്റെ നാളും പേര് വെച്ചിട്ട് നമുക്ക് ആവാഹിക്കാം, അതൊക്കെ ഒരുപാട് പണിയാണ്. എങ്കിൽ അവനെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കണം. കിട്ടിയാൽ കയ്യും കാലം കിട്ടിയാലും കളത്തിൽ കൊണ്ടിരുത്തിയാൽ വളരെ വേഗം നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആവാഹനത്തിന് പല രീതികളുണ്ട്. ഈ ചന്ദന പാവയിൽ തടിയിൽ, പിന്നെ കാഞ്ഞിര പാവയിൽ രക്തചന്ദനം, അതുപോലെ നല്ല കളിമണ്ണ്, പിന്നെ ശർക്കരയും ചമ്പാപ്പച്ചരിയും കൂടെ ചേർത്തിട്ട് പായസം പോലെ ഉണ്ടാക്കി അതിനകത്ത് ഈ മുഴുവൻ വാഴയില, അതായത് മുറിക്കാത്ത ചെറിയ വാഴയില, വലുതല്ല ചെറിയ കൈ വാഴയില ചെറുത് കൊണ്ടിട്ട് അതിനകത്ത് രൂപം ഉണ്ടാക്കി, ഇങ്ങനെ പല സിസ്റ്റം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ അവസാനം പറഞ്ഞതാണ് ഇതിന് ഏറ്റവും ഉത്തമം. കാര്യം ദൂരെ ഇരിക്കുന്നവനാണ്, അവനിൽ നിന്നും ഇതിനെ ആവാഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ യോഗമാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ തീരുമാനിച്ചിട്ട് പൊറ്റുമാരുടെ അടുത്ത് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവനെ പൊക്കിക്കൊണ്ട് വരാൻ ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ശരി ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇവൻ്റെ അടുത്തെത്തിയാൽ ഇവ എന്തെങ്കിലും അവിടെ കിടക്കുന്ന വേസ്റ്റ് വാരി അവൻ്റെ ദേഹത്തും തേക്കും, ഈ വരുന്നവരുടെ ദേഹത്തും എടുത്തറിയും. ഒരു വിധത്തിൽ അവനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തോ അവർ 2-3 പ്രാവശ്യമൊക്കെ ശ്രമിച്ച് നോക്കി അവനെ പിടിക്കാനും എന്തൊക്കെ ആയിട്ട്. അപ്പോഴൊക്കെ ഇവൻ കാണിച്ചത് ഇത് തന്നെയാണ്, എന്തെങ്കിലും ചെളിയെങ്കിലും വാരി എറിയും, അല്ലെങ്കിൽ മണ്ണെങ്കിലും വാരി കണ്ണിലെറിയും. അങ്ങനെ ഒരുപാട് വിഷയത്തിലേക്ക് പോകുന്നത്, അവനെ തൊടാൻ പറ്റാത്തൊരവസ്ഥ. ഇവൻ ഇങ്ങനെ ഭ്രാന്തനെ പോലെയായി, ആളുപോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്കായി കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പം ഞങ്ങളിവിടെ പൂജ തുടങ്ങാൻ കളവൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ചെറുപ്പക്കാർ എല്ലാവരും കൂടി പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പോയി. ഞങ്ങൾ കളവൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളിയും ബഹളവും ഉള്ളതെന്നൊക്കെ പറയണം. നോക്കുമ്പോൾ യവനെ ചെറുപ്പക്കാരെല്ലാം കൂടെ കൈയും കാലം കൂടെ പൊക്കിക്കൊണ്ട്, പക്ഷേ വേസ്റ്റൊന്നും മാറാൻ സമ്മതിച്ചില്ല. എങ്ങനെയാണെന്നറിയില്ല, അവരെങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ പൊക്കിയെടുത്ത് ഇവൻ്റെ കൈയും കാലും ഒക്കെ കെട്ടിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നു. അവനെ ഉപദ്രവിച്ചൊന്നും അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇത് ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്ന് ഈ ചെറുപ്പക്കാരെല്ലാം 4 ചുറ്റും വളഞ്ഞിരുന്നിട്ട് അവൻ അവിടെ ഇരുത്തി പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ, ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉള്ള പൊറ്റുമാരും എല്ലാം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കാര്യങ്ങളെല്ലാം ഇരുത്തി ഈ ശരീരത്ത് അപ്പം ശരീരത്ത് സ്വാഭാവികമായി അവൻ്റെ ശരീരത്ത് ഉണ്ട്. പക്ഷേ ഇവൻ എന്താണ് കാര്യങ്ങളെന്നൊക്കെ പറയിപ്പിക്കാൻ പറ്റണമെങ്കിൽ കുറച്ചുകൂടി ഇതിനെ പവറാക്കിയാലേ പറ്റുള്ളൂ.
ഞാനിതെല്ലാം ചെറുപ്പക്കാരോട് പറഞ്ഞു. അവർ പറഞ്ഞു ഇനി എന്തായാലും ശരി തന്നെ, ഇവൻ വിട്ടുപോകാതെ ഞങ്ങൾ പിടിച്ചോളാം എന്ന്. അവരെല്ലാവരും കൂടെ പൂണ്ടടങ്ങ് അവനെ പിടിച്ചിരുത്തി. അങ്ങനെ ഇത് ശരീരത്തിനെ പൂർണ്ണമായി വരുത്തി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇതൊരു ദുർമരണപ്പെട്ടതാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൽ വന്നൊരു ചെറുപ്പക്കാരൻ, അവൻ്റെ ശരീരത്തിൽ ഞാൻ കയറിയാണ്. അവൻ്റെ ഒരു ബന്ധുവാണ്, അവൻ്റെ അമ്മയുടെ സഹോദര സ്ഥാനത്ത് ആരോ വരുന്നതാണ്, ഞാൻ കൃത്യമായി ഓർമ്മിക്കുന്നില്ല. അങ്ങനെ എന്തോ അവൻ്റെ ഒരു മാമൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. അതാണിത്. എൻ്റെ രൂപവും ഭാവവും ഒക്കെ ആയിരുന്നു അവൻ. അങ്ങനെ ഞാൻ ഇവനിലേക്ക് കയറിയതാണ്. അപ്പോൾ അവന് കണ്ടാൽ ഇവൻ്റെ ഒരു മിനിയേച്ചറാണ് ആ പയ്യൻ. അവനും ആദ്യം വന്ന അവന് ഇച്ചിരി പൊക്കം കുറവെന്നുള്ളൂ, ഇവന് ഇച്ചിരി പൊക്കമുണ്ട്, താടിയും നിറവൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. അങ്ങനെ അവൻ്റെ ശരീരത്തിലേക്ക് കയറിയതാണ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ അവൻ്റെ ശരീരത്തിൽ വന്നത് തന്നെ എനിക്കൊരു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കയറിയത്. എവിടെയെങ്കിലും കൊണ്ടുചെന്ന് എനിക്ക് മോക്ഷപ്രാപ്തി തന്ന് എന്നെ ഒഴിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നു എന്നെ ഒരു ഇതിലേക്ക് ആവാഹിച്ചതിന് ശേഷം എനിക്ക് മോക്ഷം തരാൻ ഈ ശരീരത്തിന് അറിയില്ലായിരുന്നു. എന്നെ ദ്രോഹിക്കുകയായിരുന്നു. എനിക്ക് തിരിച്ചു പോകാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവനിലേക്കും കയറി. എനിക്കിതാണ് മറ്റേ ശരീരത്തിനേക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അങ്ങനെ ഞാൻ കയറിയതാണ്. അപ്പം സംഭവം ഏകദേശം മനസ്സിലായി. എന്തായാലും അതിനെ ഒഴിവാക്കി പിന്നെ ഈ കൂട്ടിലേക്ക് തന്നെ, ഈ യോഗത്തിലേക്ക് തന്നെ ഞങ്ങൾ അതിനെ വരുത്തി കൊണ്ടുവന്നു. ആവാഹിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നു. മോക്ഷപ്രാപ്തി കർമ്മങ്ങളൊക്കെ ചെയ്തു. ആ ക്ഷേത്രക്കാരും അവരൊക്കെ തന്നെ പിന്നീട് അതിനെ വേറെ വെള്ളിപ്രതിമയിലേക്ക് ആവാഹിച്ചു. അവരെ കയ്യിൽ അതിനെ ദർഭയൊക്കെ വെച്ചിട്ട് കെട്ടിപ്പൊതിച്ചൊക്കെ കൊടുത്തു. അവർ അടുത്ത ദിവസം കൊണ്ടുവന്ന് അത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അവിടെ അതിന് മോക്ഷപ്രാപ്തി കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അത് വിട്ടു. അതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് സംഭവിച്ചത് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഇത് ഒരു നിസ്സാര കളിയൊന്നുമല്ല. ഇത് കൃത്യമായി ചെയ്തുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാർക്ക് പോലും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാര്യം അവരെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ഇതിനെ പിടിക്കാനും അതിനെ അപ്പോഴും വഴി കണ്ടുപിടിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണ്. അവർ പോലും അടി പറഞ്ഞ ഒരുപാട് കേസുണ്ട്. കാര്യം അത് പഴയകാലത്തെ പ്രേതങ്ങൾക്കും ഇപ്പോഴത്തെ ആത്മാക്കൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം ഇന്ന് വരുന്ന ആത്മാക്കൾക്ക് പവർ കുറവാണ്, ശക്തി വളരെ കുറവാണ്. അന്ന് അങ്ങനെയല്ല. അന്നത്തെ ഒരു കാലഘട്ടവും അന്നത്തെ ഒരു അന്തരീക്ഷവും വെച്ചിട്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ രക്തം ചീന്തിക്കുന്ന വർഗ്ഗങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് പറയുന്നത് കേട്ട് നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. അത്രയും പവർ കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ രാജാക്കന്മാരായിട്ട് പോകുന്നത്. ഈ തുള്ളി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഇതിനെ ആവാഹിക്കാൻ പറ്റും. ഈ മോക്ഷപ്രാപ്തി കൊടുക്കാനുള്ള കർമ്മങ്ങൾ അറിയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു പ്രേതത്തിനെ നമ്മൾ ഒരു ആത്മാവിനെ ആവാഹിച്ചാൽ അതെന്താണ്, മോക്ഷപ്രാപ്തി കിട്ടാതെ രൗദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ നെഗറ്റീവായി നിൽക്കുന്നതിനാണ് നമ്മൾ ആവാഹിക്കുന്നത്. ഒരിക്കലും ഒരു പോസിറ്റീവിനെ നമ്മൾ ആവാഹിക്കേണ്ട കാര്യമില്ല. കാര്യം പോസിറ്റീവ് ഒരിക്കലും മനുഷ്യന് ദോഷം ഉണ്ടാക്കില്ല, നെഗറ്റീവുകളാണ്. അപ്പം നെഗറ്റീവിനെ ആവാഹിച്ച് കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായി നമ്മൾ മാറ്റുന്നൊരു കർമ്മമുണ്ട്. ആ കർമ്മം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാം, ചിലപ്പോൾ 365 ദിവസം കൊണ്ട് ചെയ്യാം, ചിലപ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അത് 2-3 മണിക്കൂറിനുള്ളിൽ നമ്മളത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് വിധത്തിൽ ചെയ്യാനും നമ്മൾ അതുകൂടി തയ്യാറായിരിക്കണം. ഇല്ലാതെ ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് ഏതെങ്കിലും ആണിയടിച്ച് തറയ്ക്കുക, ഇത് കണക്ക് ഈ മലക്കറി, അതായത് വെള്ളരിക്കയിലോ ഇത് കണക്ക് കുമ്പളങ്ങയിലൊക്കെ ആവാഹിച്ച് കൊണ്ടുവന്ന് വെട്ടി അരിഞ്ഞ് എവിടെയെങ്കിലും തള്ളിക്കളയുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്നും പോകില്ല. എന്നാൽ ആ ശരീരത്തിൽ നിന്നും ഈ ആത്മാവിനെ ഇറക്കാൻ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ തിരിച്ച് ഇതിനൊക്കെ കുമ്പളങ്ങയിൽ ആവാഹിച്ച് കൊണ്ടുവന്ന് വെട്ടി ഇറത്ത് കളഞ്ഞതേ ഉള്ളൂ. അത് ഇദ്ദേഹം തന്നെയാണ് വെട്ടിയിറത്തപ്പോൾ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കയറി. പക്ഷേ അതായത് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഒരു നെഗറ്റീവായിരുന്നതിന് നമ്മൾ പോസിറ്റീവ് ആക്കിയെടുത്ത് അത് പിന്നെ നമുക്ക് ഗുണമായിട്ട് നിൽക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ തീർന്നു. പക്ഷേ ഇതൊരു വലിയ പ്രോസസ്സിംഗ് ആണ്, വലിയൊരു പ്രയത്നമാണ്. അത് ഒറ്റയ്ക്ക് നടക്കില്ല. നമ്മുടെ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും 3 പേരുണ്ടാകും. ഞാൻ ഉൾപ്പെടെ 4 പേരായിട്ടേ ഞാൻ പോകാറുള്ളൂ. അതിൽ കൂടുതലും ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവർക്കെല്ലാം ഇതറിയാം. അവിടെ ഇരുന്നിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാതെ കൈ കൊണ്ടോ കണ്ണുകൊണ്ടോ ആംഗ്യം കാണിച്ചാൽ അടുത്തത് എന്താണ് കാര്യം, എല്ലാം ഒരേ കണക്ക് രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് മനസ്സിലാകും. അങ്ങനെയുള്ളവരെ വേണം നമ്മൾ കൂട്ടത്തിൽ നിർത്തി ചെയ്യുന്നത്. ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം പറഞ്ഞതൊക്കെ ഒറ്റയാൾ പട്ടാളമാണ്, എല്ലാം ഒറ്റ വയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഇത് അദ്ദേഹത്തിലേക്ക് തന്നെ കയറി എന്നുള്ളതാണ്. പിന്നെ എന്തായാലും അത് ഒഴിവാക്കി കൊടുത്തു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ പോവുകയോ ഈ ക്ഷേത്രത്തിൽ ഇത് കണക്ക് ഒഴിവാക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദേവിയോ മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാർ ആരും വന്നിട്ടുമില്ല. പിന്നെ അദ്ദേഹം മറ്റെന്തോ ജോലിയിലേക്കൊക്കെ പോയി ജീവിച്ചു. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ എന്തോ അപകടം പറ്റിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ക്ഷേത്രം വിട്ടു കഴിഞ്ഞു. അപകടം പറ്റിയെന്നറിഞ്ഞു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്തായാലും അതിനുശേഷം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഈ പ്രേതം ഒഴിപ്പിയിൽ ഒരുപാട് പേര് പറയുന്നതാണ് ഇതൊക്കെ ഒഴിപ്പിക്കുന്നൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കണേ എന്നൊക്കെ ഉള്ളത്. എനിക്കും ആഗ്രഹമുണ്ട്. ചില കേസുകളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളിങ്ങനെ കാറിൽ യാത്ര ചെയ്ത് വരുമ്പോൾ
അയ്യോ അതൊന്ന് ഷൂട്ട് ചെയ്തെങ്കിൽ നമുക്കെങ്കിലും ഒന്ന് കാണാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ചില കേസുകൾ അത്രയേറെ ഭീകരമാണ് ഒക്കെ ഉള്ള കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്. അത് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ ക്യാമറയോ അല്ലെങ്കിൽ അതേ കണക്കുള്ള മൊബൈൽ ഫോണോ ഒന്നും കൊണ്ടല്ല പോകുന്നത്. നമ്മളിപ്പോൾ 4 പേര് അല്ല 5 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 പേർക്കും പക്ക ഡ്യൂട്ടിയാണ്. ഇപ്പം ഞാൻ പ്രധാനമായിട്ടും ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റിനും 4 പേര് നിൽക്കുകയാണെങ്കിൽ അവരെപ്പോഴും എൻ്റെ മുഖം ശ്രദ്ധിച്ച് നിൽക്കും, ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം. ഇതുപോലെയാണ്. ഇത് വളരെ ഒരു അപകടകാരിയാണ്. ഒരു ആറ്റം ബോംബിനെയാണ് നമ്മുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത്. അതിനെ ഒന്നും ചെയ്യാം, അതിന് വല്ല കേസ് പോലും എടുക്കാൻ പറ്റില്ല. നമുക്ക് വല്ലട്ട് പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പ്രതിയാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു കർമ്മം അറിയില്ല, മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ അറിയില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും നമ്മളിന്ന് ഒഴിഞ്ഞു പോകുള്ളൂ. മിക്ക കേസുകളും പലരും പറയുന്നുണ്ട് ഇത് ഒഴിവാക്കി, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, അത് പിന്നെ പോയില്ല, അത് അതിനേക്കാളും ഭയങ്കര ശക്തിയോടുകൂടി നമ്മളോട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഈ വാളെടുത്തത് എല്ലാം വെളിച്ചപ്പാടെന്ന് പറയും പോലെ ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാനും എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഗുരുക്കന്മാരുടെ ഈ പറഞ്ഞ വെറ്റില പാത്രം വരെ എടുത്ത് കുറേ നടന്നിട്ടാണ് നമുക്ക് ഒരു ഇതേ കണക്ക് കേസിന് കൂടെ ചമ്രം പണി ഇരിക്കാൻ അനുവാദം കിട്ടിയത്. അത്രയേറെ നമ്മൾ ശ്രദ്ധയോടുകൂടി അത്രയോ ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതൊരു ഒരുപാട് അപകടങ്ങൾ പിടിച്ചത് കൂടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രസകരമായിട്ടുള്ള അപകടങ്ങളാണെങ്കിലും അത് രസകരമായ രീതിയിൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ 1-2 എപ്പിസോഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ കഷ്ടമാണ്. അപ്പം ഈ പറഞ്ഞതും ഒരു മുറ്റം പ്രേതത്തിൻ്റെ അനുഭവമായിരുന്നു. ഇത് വന്ന് കാണിച്ചിട്ടുള്ള അദ്ദേഹം ആ നാട്ടിൽ കിടന്ന് കാണിച്ച വിക്രിയകളും കാര്യങ്ങളൊന്നും പിന്നീട് ഒരിക്കലും ആർക്കും സഹിക്കാനോ അല്ലെങ്കിൽ ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ ഷൂട്ട് ചെയ്ത് മറ്റ് 10 പലരെയും കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പം ഞാനിത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രേത ഇങ്ങനെ തുള്ളുന്നത് വരുന്നതൊക്കെ കാണണമെന്ന് ആഗ്രഹം പലർക്കും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കാണണമെന്നുള്ള ഒരു നേരെ ചോറ്റാനിക്കരയ്ക്ക് വെച്ച് പിടിക്കുക. അവിടെ എല്ലാ ദിവസവും 7:45 ശേഷം കീഴ്ക്കാവിൽ അമ്മയുടെ നടയിൽ 12 പാത്രത്തിൽ കുരുതി പൂജ ചെയ്യുന്നുണ്ട്. ആ സമയത്തിന് ഒരുപാട് പേര് അവിടെ തുള്ളിയാടി വേണ്ടുന്ന ബഹളങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ട് തൃപ്തിപ്പെടാൻ നോക്കുക. അല്ലാതെ ആരുടെയെങ്കിലും വീട്ടിൽ നടക്കുന്ന ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു അംഗത്തിന് ഇങ്ങനെ വന്നുപോയാൽ അവരനുഭവിക്കുന്നൊരു മാനസിക അവസ്ഥയുണ്ട്. അതൊക്കെ നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അനുഭവിക്കണമെന്നുള്ളത് നിങ്ങളങ്ങനെ അനുഭവിക്കാൻ പറയുന്നതല്ല, അത് മനസ്സിലാക്കാൻ ഞാൻ അത്രയും സീരിയസ് ആയി പറഞ്ഞതേ ഉള്ളൂ. ആർക്കും വരാതിരിക്കട്ടെ. കാര്യം ഇതൊന്നും നിസ്സാരമല്ല. ഒരു ഭ്രാന്ത്, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഭ്രാന്തെന്ന് പറയുന്നത് എന്തുമാത്രം നമുക്ക് അപമാനവുമാണ്, നമുക്ക് വിഷമവുമാണ്. അതുപോലെ തന്നെയാണ് ഇതേ കണക്കുള്ളൊരു പ്രേതം ഒരാളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം അതുകൊണ്ട് തീരുകയാണ്. അയാൾ മറ്റൊരു മോശപ്പെട്ട വ്യക്തിയായി മാറുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഈ പ്രേതബാധകൾ. ആർക്കും വരാതിരിക്കട്ടെ. ഇത് വരാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മൾ ആവശ്യമില്ലാതെ ഇതേ കണക്ക് പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. ഓജോ ബോർഡ് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഓജോ ബോർഡിനെ കുറിച്ചും അടുത്ത് ഞാനൊരു എപ്പിസോഡ് ചെയ്യാം. അതുപോലെ നമ്മൾ കൂടുതലും ഭയപ്പെടാതിരിക്കുക. ഈ ഭയപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഭയപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ ഒരാൾ പുറകിൽ വന്ന് പേടിപ്പിച്ചാൽ നമ്മൾ പേടിച്ചു പോകും. അതാരായാലും പേടിക്കും. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പോവുക. ഒരു ചെറിയ പുൽപ്രദേശത്തോട്ട് പോകുമ്പോൾ നമ്മൾ പാമ്പ് വല്ലതും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കി പോകില്ലേ, അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് രാത്രിയൊക്കെ പോകുമ്പോൾ വരുമ്പോഴേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നിഴലാട്ടം കണ്ടാലോ ഒന്നും നമ്മൾ ഭയപ്പെടാതിരിക്കുക. പോയാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പ്രേതബാധ ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഞാൻ അവിടെ നേരിട്ട് വരികയും ചെയ്യാം. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിലും അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വരാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക.
എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് ഓൺലൈൻ വഴി അല്ലാതെ നമുക്ക് നേരിട്ട് ജ്യോതിഷം അറിയാം. ഞാൻ തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഞാൻ തന്നെ നോക്കി നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ എന്നാൽ കഴിയുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരാം. അതിന് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.